നിജേഷ്, ഞാൻ നേരത്തെ നിജേഷിനോട് ചോദിച്ചത്, അതായത് രാഹുലിൻ്റെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ നിങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലിൽ എന്തൊക്കെയാണ്? ഒന്ന്, അച്ചടക്കത്തോടു കൂടിയുള്ള ഇലക്ഷൻ മാനേജ്മെൻറ്റും പ്രവർത്തനവും. രണ്ട്, ഭരണവിരുദ്ധ വികാരം. മൂന്ന്, മറ്റ് പാർട്ടികളിലെ, പ്രത്യേകിച്ചും എതിർ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൊണ്ടുപോയ സരിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയ ഒരു സാഹചര്യം. ജനങ്ങൾ ഇത്തവണ UDFന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു. നഗരസഭയ്ക്കകത്ത് BJPയോടുള്ള ഒരു വലിയ എതിർപ്പ്, ഭരണകക്ഷി എന്ന നിലയ്ക്ക് BJPയോട് ഒരു വലിയ എതിർപ്പ് പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഞങ്ങളൊക്കെ പോയ സമയത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ എതിർപ്പും വോട്ടായിട്ട് മാറി. അങ്ങനെ ഗ്രാമങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് അവിടെ കർഷകരുൾപ്പെടെയുള്ള ആളുകൾ BJPക്കും അതുപോലെ തന്നെ കേരള ഭരണത്തിന് എതിരാണ്. ഇതെല്ലാം കൂടി ഒരു കോമ്പിനേഷൻ അവിടെ വന്നു. പിന്നെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് രാഹുൽ ഒരു യുവ സ്ഥാനാർത്ഥി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. നാളെയുടെ ഒരു പ്രതീക്ഷ, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ലാത്ത, വീടുകൾക്കകത്ത് പരിചയമുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് രാഹുലിന് ഒരു സ്വീകാര്യത, പ്രത്യേകിച്ചും സമര പോരാട്ടങ്ങളിലൊക്കെ വളരെ സജീവമായി നിന്ന രാഹുലിനെ അതിനിടയ്ക്ക് ഒറ്റപ്പെടുത്താനും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാനും അദ്ദേഹം പ്രചരണത്തിന് വരാതിരിക്കാനും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ കേസിൽ കുരുക്കാനുള്ള നീക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് രാഹുലിന് അനുകൂലമായി. പിന്നീട് BJPയും CPMും ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ ട്രോളി വിവാദം, നീല ട്രോളി വിവാദം, അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് കോൺഗ്രസിന് ഗുണം ചെയ്തു. അതൊരു രാഷ്ട്രീയപരമായ ഒരു അവിഹിത കൂട്ടുകെട്ടാണ് എന്നൊരു ധാരണ VV രാജേഷും MP രാജേഷും ഒക്കെ ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ ആ ഒരു സ്വകാര്യം പറച്ചിലൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് വലിയ തോതിൽ പ്രതിഷേധമുണ്ടാക്കി. അതെല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആയിക്കൊണ്ട് അതോടൊപ്പം തന്നെ ജൂൺ മാസം പകുതി മുതൽ അവിടെ കോൺഗ്രസിൻ്റെ മണ്ഡല തലത്തിലും ബൂത്ത് തലത്തിലും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി. വോട്ട് ചേർക്കൽ 6000-ഓളം വോട്ടുകൾ പുതുതായിട്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചേർക്കാത്ത വോട്ടുകളൊക്കെ ചേർക്കാനുള്ള ഒരു സംവിധാനമുണ്ടായി. അങ്ങനെയെല്ലാം എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് പാലക്കാട്ടെ വിജയം. ഒരു ആധികാരിക വിജയം. ഷാഫി പറമ്പിൽ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ഈ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കിട്ടി. ഒരു ആധികാരിക. നിജേഷ്, രാഹുൽ മാങ്കുട്ടത്ത് ജയിച്ചപ്പോൾ തെരുവിലിറങ്ങി ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ് അല്ല, SDPI ആണ്. തീവ്രവാദികളുടെ വോട്ട് രാഹുലിൻ്റെ വിജയത്തിൻ്റെ പകിട്ട് കുറക്കുകയല്ല. നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്, അതായത് ഒരു ഗ്രീൻ ആർമി അവിടെ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു MLAയുടെ നേതൃത്വത്തിൽ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള പ്രചരണം ഉണ്ടായി. BJPയുടെ ഒരു പ്രതിനിധി നിയമസഭയിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന തിക്തഫലങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി വോട്ടർമാരെ ഉത്ബോധിപ്പിച്ചു. അത്തരം പ്രചരണങ്ങളിലൂടെ ലീഫ്ലെറ്റ് കൊടുത്തു, പള്ളികളിലടക്കം വിതരണം ചെയ്തു. അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ ആർമി ഇഫക്റ്റ് കൂടി ഉണ്ടായോ മണ്ഡലത്തിൽ? അല്ല, ഈ ഒന്നാം റൗണ്ട് വോട്ടെണ്ണിയ സമയത്ത് കൃഷ്ണകുമാർ മുന്നിലായിരുന്നു, BJPയുടെ ശക്തി കേന്ദ്രം. രണ്ടാം റൗണ്ട് എണ്ണിയ സമയത്ത് BJPയുടെ ശക്തി കേന്ദ്രം നമ്മുടെ കൽപ്പാത്തിയും കൽമണ്ഡപവും ഉൾപ്പെട്ട സ്ഥലത്ത്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളൊന്നും ഇല്ലാത്ത ഇടത്ത്, അവിടെ രാഹുലിനായിരുന്നു ലീഡ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അവിടെയാണ് കൃഷ്ണകുമാറിൻ്റെ ലീഡ് താഴോട്ട് പോയത്. മൂന്നാം റൗണ്ടിലും രാഹുലിനായിരുന്നു ലീഡ്. നാലാം റൗണ്ടിലാണ് പിന്നെ 4-ലോ 5-ലോ ആണ് കൃഷ്ണകുമാറിന് വീണ്ടും ലീഡ്. അത് കഴിഞ്ഞ തവണ 4000 ചില്ലാനം ഉണ്ടായിരുന്നെങ്കിൽ അത് 2000-ന്റെ താഴേക്ക് വന്നു. പിന്നീട് ഒരു റൗണ്ടിൽ പോലും നഗരസഭയ്ക്കകത്തോ അല്ലാത്തിടത്തോ ശ്രീ കൃഷ്ണകുമാറിന് ലീഡ് നിലനിർത്താൻ സാധിച്ചിട്ടില്ല. അവിടെ ഹിന്ദു വോട്ടുള്ള സ്ഥലത്താണോ മുസ്ലിം വോട്ടുള്ള സ്ഥലത്താണോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കുക. എൻ ബ്ലോക്ക് ആയിക്കൊണ്ട് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമാണ് വോട്ട് കിട്ടിയതെങ്കിൽ, ഇപ്പോൾ പിരാരിയിൽ മാത്രം വോട്ട് കിട്ടി, അല്ലെങ്കിൽ കണ്ണാടിയിൽ കിട്ടി, അല്ലെങ്കിൽ മാത്തൂരിൽ കിട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുക്കാമായിരുന്നു. ഒന്നാം റൗണ്ട് മുതൽ 13-ാം റൗണ്ട് വരെ ഏകദേശം ഏകപക്ഷീയമായി വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ വോട്ടാണ് എന്നൊക്കെ പറയുന്നത് ബാലിശമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും CPM തലേ ദിവസം സന്ദീപ് വാര്യരുടെ പഴയ പ്രസംഗമെടുത്ത് സുപ്രഭാതം പത്രത്തിലും സിറാജ് പത്രത്തിലും മാത്രം പരസ്യമായി അദ്ദേഹത്തിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന രീതിയിൽ പ്രചരിപ്പിച്ചിട്ടും അങ്ങനെ ഒരു വോട്ട് മുസ്ലിം അനുകൂലികളായ അല്ലെങ്കിൽ സുപ്രഭാതത്തിൻ്റെയും സിറാജ് പത്രത്തിൻ്റെയും വായനക്കാരുടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ ജനത ബൗദ്ധികമായി ചിന്തിച്ചു തുടങ്ങി എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ സരിനെ ജനം തിരിച്ചറിഞ്ഞു, അതുപോലെ തന്നെ സന്ദീപ് വാര്യർ ഉയർത്തിയ പ്രശ്നങ്ങളെ ജനം തിരിച്ചറിഞ്ഞു
എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ച ഒരു പൊളിറ്റിക്സ്. അപ്പോൾ ഇന്നലെ വരെയുള്ള ചർച്ചയിലൊക്കെ പറഞ്ഞത് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് ഞങ്ങളൊരു യുണൈറ്റഡ് ഫോമിലേക്ക് മാറി എന്നായിരുന്നു BJP പറഞ്ഞത്. പക്ഷേ BJPക്ക് അകത്തുള്ള അന്തഛിദ്രങ്ങൾ നമ്മൾ അതിലേക്കല്ലേ കുറച്ചുകൂടി പറയേണ്ടത്. നഗരസഭ ചെയർപേഴ്സണെ മാറ്റിയ വിഷയം, BJPക്ക് അകത്തുള്ള പ്രശ്നം, കൗൺസിലർമാർ നേരത്തെ BJPയുടെ കൗൺസിലർമാർ പ്രചരണ രംഗത്ത് സജീവമല്ലാത്ത വിഷയം, ശോഭാ സുരേന്ദ്രൻ വിട്ടുനിന്ന് വന്നു, K. സുരേന്ദ്രനാണ് നേതൃത്വം കൊടുത്തത്. BJPക്ക് അകത്തുള്ള ഇപ്പം തന്നെ BJPയുടെ ആളുകൾ പറഞ്ഞല്ലോ, ശിവരാജനെ പോലെയുള്ള ആളുകൾ പറഞ്ഞല്ലോ മേൽക്കൂര നന്നാവണമെന്ന്. അപ്പോൾ നമ്മുടെ മുഖം വികൃതമായതിന് കണ്ണാടി എറിഞ്ഞു പൊട്ടിക്കുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയില്ല. ഏതായാലും ഞങ്ങളൊരു തീവ്രവാദി സംഘടനയും വോട്ട് ചോദിച്ചിട്ടില്ല. ആരെങ്കിലും പ്രകടനം നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതല്ല. കോൺഗ്രസിന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലായി അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് അവിടെ ജയിക്കാൻ വേണ്ടി ഒരു വർഗീയ കക്ഷിയുടെയും സ്ഥിരാവശ്യമില്ല. SDPI വാർത്താ സമ്മേളനം നടത്തി പിന്നെ SDPIയുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്കാണെന്ന് പരസ്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ SDPIയുടെ വോട്ട് വേണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പലതവണ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. നമുക്ക് വർഗീയ ശക്തികളുടെ വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട എന്നുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിനപ്പുറത്തേക്ക് SDPIയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവം രാഹുൽ കാണിച്ചിരുന്നില്ല. മാത്രമല്ല ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്ന് രാഹുൽ ജയിച്ചതറിഞ്ഞ് SDPI പ്രവർത്തകർ തെരുവിലിറങ്ങി ആഹ്ലാദം പ്രകടിപ്പിച്ചത്. ബിക്കോസ് അവരുടെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടല്ലോ അതിൽ. അല്ല, എന്തായാലും ഹിന്ദു വോട്ടുകളില്ലാതെ മുസ്ലിം വോട്ടുകൾ മാത്രമാണ് രാഹുലിന്റെ വിജയത്തിന് എന്ന് ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞുകൊണ്ടുവന്നാൽ നമുക്ക് കണക്ക് വെച്ച് അതിലേക്ക് കടക്കാം. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, കേരളത്തിൽ ജയിക്കാൻ വർഗീയവാദികളുടെ വോട്ട് വേണ്ട. വർഗീയവാദികളുടെ വോട്ട് വേണ്ട. രാഹുൽ തന്നെ പറഞ്ഞതാണല്ലോ, ഷാഫി പറഞ്ഞതാണല്ലോ, നമ്മൾ തന്നെ കണ്ടതല്ലേ ശ്രീ അനിൽ നമ്പ്യാർ. ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്ന് വടകരയ്ക്ക് വന്ന സമയത്ത് CPM എത്രത്തോളം മോശകരമായ പ്രചരണമായി നടത്തിയത്. അദ്ദേഹത്തെ മുസ്ലിം വർഗീയവാദി എന്ന് പറഞ്ഞു, കാഫിർ സ്ക്രീൻഷോട്ട് വന്നു, നിരന്തരമായി ആക്ഷേപിച്ചു. പക്ഷേ കേരളത്തിലെ വടകരയിലെ മതേതര ജനത ഷാഫി പറമ്പിൽ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. CPMനെ അവിടെ തന്നെ കുളിപ്പിച്ചു കിടത്തി. CPM അവിടെ വേവാത്ത പരിപ്പെടുത്ത് പാലക്കാട്ടേക്ക് കൊണ്ടുവന്നു. പാലക്കാട്ടും ആ പരിപ്പ് വെന്തില്ല എന്ന് പറയുന്നതല്ലേ അതിൻ്റെ ശരി. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് കിട്ടാനോ ഷാഫി പറമ്പിൽ വോട്ട് കിട്ടാനോ കോൺഗ്രസിന് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടാനോ ഞങ്ങൾക്ക് ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് ആവശ്യമില്ല. അത് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഞങ്ങളുടെ കാരണം പിരായിരി പഞ്ചായത്തിലോ മാത്തൂർ പഞ്ചായത്തിലോ കണ്ണാടി പഞ്ചായത്തിലോ അവിടെയാണല്ലോ നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ പാലക്കാട് ഇതിനകത്ത് നഗരസഭയ്ക്കകത്തുള്ള മേപ്പറമ്പ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ആണല്ലോ നിങ്ങൾ പറഞ്ഞ സംഘടന ഉണ്ട് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഞങ്ങൾ കാലാകാലമായി വോട്ട് നേടി വിജയിക്കുന്നതാണ്. കഴിഞ്ഞ തവണ 7000-ഓളം വോട്ടുകൾക്ക് 7ാമത്തെ റൗണ്ട് എണ്ണുന്നത് വരെ മുമ്പിൽ നിന്ന ശ്രീധരന്റെ പാർട്ടി BJPക്ക് ഇത് കഴിഞ്ഞില്ല. നേരത്തെ ശ്രീപത്മനാഭൻ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു, പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ അണിനിരത്താൻ BJPക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പ്രശ്നമായിരിക്കുമല്ലോ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ഇവിടെ പാലക്കാട്ട് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് BJPക്ക് വന്നില്ല എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് BJPയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പുതിയ തലമുറയെ ഇതിനകത്ത് പാർലമെന്ററി പൊളിറ്റിക്സ് രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏത് കാലത്തും കോൺഗ്രസ് ചെയ്താണ്. എല്ലാ സ്ഥലത്തും മഞ്ചേശ്വരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ പിടിച്ച് ചെങ്ങന്നൂർ മത്സരിക്കുന്ന അതേ സ്ഥാനാർത്ഥിയെ പിടിച്ച് വീണ്ടും വയനാട്ടിൽ നിന്ന് വീണ്ടും അടുത്തൊരു ഇലക്ഷൻ്റെ അവിടെ എന്നൊരു സമീപനമല്ല കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ചില സമയത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമെന്നല്ലാതെ ഒരു തലമുറയെ പ്രത്യേകിച്ച് KSU പ്രസിഡന്റിനെ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിനെ ഒക്കെ പാർലമെന്ററി രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഏത് കാലത്തും അത് AK ആന്റണിയുടെ കാലം മുതൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഈ അവസാനത്തെ ഷാഫി പറമ്പിൽ KSU സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്താണ് പാലക്കാട് മത്സരിച്ചത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴാണ് ഇപ്പോൾ രാഹുലിന് ഒരു അവസരം വന്നു മത്സരിക്കുന്നു. ആ ഒരു രീതിയിൽ കണ്ടാൽ പോരെ. രാഹുലിനെ പറ്റി എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. CPM ഒരു ഭാഗത്ത് വ്യാജനാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞു. ജനം അത് തള്ളി. ഒരു വലിയ വേർഡിക്റ്റ്, ഒരു 18,000-ലധികം വോട്ടുകൾക്ക് ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു നിൽക്കുമ്പോൾ അനിൽ നമ്പ്യാർ ആദ്യം പറഞ്ഞ വാചകം അഭിനന്ദിക്കുന്നു എന്ന വാചകത്തിന് തന്നെയാണ് അവിടെ മാറ്റ് കൂടുതൽ എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ വിശ്വാസം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർലമെന്റ് നിയമസഭയ്ക്കകത്തേക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി കടന്ന് കയറുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു മനസ്സ് ചിന്തിക്കുന്നത് അത് വയനാട് ദുരന്ത സമയത്ത് എടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരെയാണ്. അതിന് മുതലെടുപ്പ് നടത്തിയ കേരള സർക്കാരിന് എതിരായിട്ട് തന്നെയാണ് ഇവിടെ ഇതുള്ളത്. സ്വാഭാവികമായിട്ട് BJPയുടെ അണികൾ പോലും വോട്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം BJPയും CPMഉം തമ്മിൽ ചേർന്ന് നിന്ന് നടത്തിയ ആ സമരം കൈരളി ചാനലിൻ്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് BJP
BJP നേതാക്കന്മാർ തുള്ളിയ ഒരു സാഹചര്യം. VB രാജേഷും AR റഹീമും കൂടി ഒരുമിച്ച് ചേർന്ന് KPM ഹോട്ടലിൽ സ്വകാര്യം പറയുന്ന ദൃശ്യം ഇതൊക്കെ സാധാരണ ജനങ്ങൾ കാണുന്നതല്ലേ? ആ ജനങ്ങൾ സ്വാഭാവികമായ പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇന്ന് BJP നേതാക്കന്മാരുടെ പ്രസ്താവന വരുമ്പോൾ നമ്മൾ കാണുന്നത്. മേൽക്കൂര നന്നാവണം എന്നാണ് പറയുന്നത്, ഞങ്ങളല്ല പറയുന്നത്. അതുകൊണ്ട് BJPയുടെ സംഘടനാ സംവിധാനത്തിനെ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനുണ്ടോ നോക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കോൺഫിഡൻസ് പാലക്കാട് നഗരസഭയുമായി ചേർന്നാണ്. ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട നഗരസഭയെ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ ഒരു പൊളിറ്റിക്സ് അവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ജൂൺ മാസം മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അതിനോട് പിന്നീട് ചേർന്നുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിന്റെ ഒരു വിജയമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകളൊക്കെ പിന്നീട് ആ സ്ട്രീമിലേക്ക് വന്നു കയറിയ സമയത്ത് ജനം സ്വാഭാവികമായി ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു സന്ദീപ് വാര്യരോട് ചേർന്ന് നിൽക്കുന്ന BJPയുടെ ആളുകളൊക്കെ വന്ന് വോട്ട് ചെയ്തത് കോൺഗ്രസിനാവാനാണല്ലോ സാധ്യത നഗരസഭയ്ക്കകത്ത്. അങ്ങനെ ഒരു സാധ്യത, സന്ദീപിന്റെ നിഴൽ പോലും വന്നില്ല, ഡീല് നടത്തി സന്ദീപിനെ പണം കൊടുത്ത് കൊണ്ടുവന്നതാണ് എന്നൊക്കെ K. സുരേന്ദ്രൻ പറയുന്ന സമയത്ത് BJPയുടെ അണികൾ അങ്ങനെയല്ലല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. BJPയുടെ ശക്തി കേന്ദ്രത്തിനകത്തല്ലേ രാഹുലിന് വോട്ട് കിട്ടിയിട്ടുള്ളത്. അവിടെ ഏകദേശം 11,000-ഓളം മറ്റോ, എനിക്ക് കൃത്യമായ കണക്കറിയില്ല, എന്തായാലും 10,000-ഓളം വോട്ടുകൾ കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ BJP ആണത് പഠിക്കേണ്ടത്. അതല്ലാതെ BJPയുടെ വോട്ട് കുറഞ്ഞു, SDPI വോട്ട് ചെയ്തു എന്ന് പറയുന്നതിന് ഒരു കോൺട്രാഡിക്ടറി അവിടെ തന്നെ ഉണ്ടല്ലോ. BJPയുടെ വോട്ട് നഷ്ടപ്പെട്ടു, അതിലെ 90%, 95% വോട്ടുകൾ വന്നു ചേർന്നത് കോൺഗ്രസിലേക്കാണ്. ഒരു 5% പോയിരിക്കുന്നത് CPM സ്ഥാനാർത്ഥിക്കകത്തേക്കാണ്. BJPക്കാണ് അവിടെ നഷ്ടമുണ്ടായിട്ടുള്ളത്. ആ നഷ്ടം വക്കീലിന്റെ അഭിപ്രായം, നിജേഷ് പറഞ്ഞതിൽ വക്കീലിന്റെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട്.